ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള തങ്ങളുടെ നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി അമേരിക്കയെ അറിയിച്ചതായി ഇറാൻ വ്യക്തമാക്കി. യുദ്ധം താത്കാലികമായി അവസാനിപ്പിച്ചതിനു ശേഷം ചർച്ചകൾ തുടരുന്നതിനെക്കുറിച്ചാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ആലോചിക്കുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്കു കൈമാറണം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. ആറ്റം ബോംബ് നിർമ്മിക്കില്ലെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജം ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നും നേരത്തെ തന്നെ ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തങ്ങളെ കൂടാതെ ഒരു രാജ്യത്തിനും ഹോർമൂസ് കടലിലൂടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ കഴിയില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. തന്നെയുമല്ല, അമേരിക്കയുമായി സഹകരിച്ച് ബ്രിട്ടനും ഫ്രാൻസും കടലിടുക്കു വിഷയത്തിൽ ഇടപെട്ടാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. ഈ ആഴ്ചയിലും ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം നടത്തി. ഇസ്രായേലാണ് ഇറാനെതിരെയുള്ള യുദ്ധം തുടരണം എന്നാഗ്രഹിക്കുന്ന ഏക രാജ്യം. ഇറാനെ തകർക്കാൻ ഇസ്രായേൽ അമേരിക്കയെ ഉപയോഗിക്കുകയാണ്. അമേരിക്കയുമായി വ്യാപാരം നടത്തുന്ന എല്ലാ വിദേശ രാജ്യങ്ങളുടെയും ഇറക്കുമതി ചുങ്കം 10% വർദ്ധിപ്പിച്ച പ്രസിഡന്റിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. ഇങ്ങനെ ഒരു നികുതി ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്ന് നേരത്തെ കോടതി വിധി പ്രസ്താവിച്ചിരുന്നതാണ്. ഇതിനെ മറികടക്കാനായി മറ്റൊരു വകുപ്പ് ഉദ്ധരിച്ച് പഴയ നികുതികൾ വീണ്ടും ചുമത്തി പ്രസിഡന്റ് പുറപ്പെടുവിച്ച ഉത്തരവാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അസാധുവായി പ്രഖ്യാപിച്ചത്. സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം എന്ന് ഒരിക്കൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ വീണ്ടും നടപ്പാക്കണമെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യണം എന്നത് സാമാന്യ ബോധമുള്ള ആർക്കും അറിയുന്ന കാര്യമാണ്. അന്താരാഷ്ട്ര സാമ്പത്തിക മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച ഒരു നടപടിയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം ഭരണഘടനാ വിരുദ്ധം എന്ന് വിധിച്ചത്. എന്നിട്ടും ഇത് മാനിക്കാതെ മറ്റൊരു വിധത്തിൽ തൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനാണ് ട്രംപ് ശ്രമിച്ചത്. ഇത്തരം നടപടികൾ നിയമാധിഷ്ഠിതമായ ലോകക്രമത്തിനു ഭീഷണിയാണ്. അർജന്റീനയിൽ നിന്നും ഏപ്രിൽ 1 യാത്ര ആരംഭിച്ച വിനോദയാത്ര കപ്പൽ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് പോലെ മെയ് 10 കാനറി ദ്വീപിൽ യാത്ര അവസാനിപ്പിച്ചു. കപ്പൽ യാത്രക്കാരിൽ 3 പേർക്ക് ഹാൻഡ വൈറസ് മൂലം രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചത് മെയ് 4 ഇതേ തുടർന്ന് കപ്പലിൻ്റെ മടക്കയാത്ര അനിശ്ചിതത്വത്തിലായിരുന്നു. കപ്പലിനെ കാനറി ദ്വീപിൽ അടുക്കാൻ അനുവദിക്കില്ല എന്ന് അധികൃതർ നിലപാടെടുത്തു. കപ്പൽ യാത്രക്കാരിൽ 19 രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. ഇതിനിടയിൽ രോഗം ബാധിച്ചവരിൽ പലരും മരിച്ചത് വിഷയം കൂടുതൽ സങ്കീർണമാക്കി. അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ചർച്ചകളിൽ ഇടപെട്ടതിനെ തുടർന്ന് മെയ് 10 തന്നെ കപ്പൽ തുറമുഖത്ത് അടുപ്പിക്കാനുള്ള അനുമതി ലഭിച്ചു. ആരോഗ്യ വിദഗ്ധന്മാരുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലും മേൽനോട്ടത്തിലുമാണ് എല്ലാ യാത്രക്കാരെയും പുറത്തേക്കിറക്കിയത്. ഇതുവരെ ഈ രോഗത്തിന് ഒരു ചികിത്സയും കണ്ടുപിടിച്ചിട്ടില്ല. തന്മൂലം സ്പെയിനിൻ്റെ ഭയാശങ്കകൾ അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് പറയാൻ കഴിയില്ല.
യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ വഴി ഇറാൻ നൽകിയ നിർദ്ദേശങ്ങൾ വിഡ്ഢിത്തമാണെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി. സൈനിക നടപടികൾ വീണ്ടും തുടങ്ങുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നു എന്നാണ് ട്രംപിനോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇക്കാര്യത്തിൽ ട്രംപിനുള്ള കടുത്ത അമർഷം ഇറാനെ ബോധ്യപ്പെടുത്താൻ മധ്യസ്ഥനായ പാകിസ്ഥാനു കഴിഞ്ഞിട്ടില്ല എന്ന ആക്ഷേപവും ഇവർക്കുണ്ട്. എന്തായാലും ചൈനീസ് സന്ദർശനം കഴിഞ്ഞ് ട്രംപ് മടങ്ങി വരുന്നതുവരെ സൈനിക നടപടി ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ നേരിട്ടു കാണുമ്പോൾ ഇറാൻ വിഷയം അവതരിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനയുടെ സഹായം അഭ്യർത്ഥിക്കാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തങ്ങൾക്കെതിരായ ഒരു നിലപാട് ചൈന സ്വീകരിക്കുമെന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നില്ല. യുദ്ധത്തിൽ തങ്ങളോട് പരാജയപ്പെട്ടതുപോലെ നയതന്ത്രത്തിലൂടെ ചൈനയുടെ സഹായം നേടാനുള്ള ശ്രമവും പരാജയപ്പെടും എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ക്യൂബയുടെ സ്ഥിതി അതിരൂക്ഷമായി തുടരുന്നു. 20 മണിക്കൂറിൽ കൂടുതലാണ് ഒരു ദിവസത്തെ പവർ കട്ട്. ഇന്ധനം ദുർലഭമായതോടെ പൊതുനിരത്തുകളിൽ നിന്നും വാഹനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും അപ്രത്യക്ഷമായി. മാർച്ച് മാസത്തിൽ റഷ്യ സംഭാവന ചെയ്ത എണ്ണ പൂർണ്ണമായും ഉപയോഗിച്ചു. നേരത്തെ എണ്ണ ലഭിച്ചിരുന്ന വെനസ്വേല ഇപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. അവിടെ നിന്നും ഒരു തുള്ളി എണ്ണ പോലും ക്യൂബയ്ക്ക് നൽകാൻ അമേരിക്ക അനുവദിക്കുന്നില്ല. ഏക ആശ്രയം ചൈന നൽകുന്ന സോളാർ പാനലുകളാണ്. ബാറ്ററികളില്ലാത്തതിനാൽ വൈദ്യുതി ശേഖരിച്ചു വെച്ച് ഉപയോഗിക്കാനും കഴിയുന്നില്ല. അമേരിക്ക $100 മില്യൺ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിക്കാൻ ക്യൂബ തയ്യാറാകണം. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കൊണ്ട് പൊറുതിമുട്ടുകയാണെങ്കിലും ഇതുവരെ ഈ നിർദ്ദേശം സ്വീകരിക്കാൻ ക്യൂബ തയ്യാറായിട്ടില്ല. ക്യൂബയ്ക്കെതിരെ സൈനിക നടപടി ഉണ്ടാകും എന്ന ഭീഷണിയുമുണ്ട്. ഇതിനെ നേരിടുകയല്ലാതെ കീഴടങ്ങില്ല എന്നാണ് ക്യൂബയുടെ പ്രതികരണം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ചൈനയിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റിന് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റായപ്പോഴാണ് ട്രംപ് ആദ്യമായി ചൈന സന്ദർശിച്ചത്. ചൈനയുമായുള്ള വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകാനാണ് ഈ യാത്ര. അമേരിക്കയുടെ പ്രധാന വ്യാപാര പങ്കാളിയാണ് ചൈന. തന്മൂലം ഈ കരാറിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് വ്യാപാര ചുങ്കം വർദ്ധിപ്പിക്കുന്ന ട്രംപിന്റെ ഉത്തരവ് സുപ്രീം കോടതി അസാധുവാക്കി. ഇത് ട്രംപിന്റെ വിലപേശൽ ശക്തിയെ പ്രതികൂലമായി ബാധിക്കും. ദക്ഷിണ കൊറിയയ്ക്ക് അമേരിക്ക ആയുധങ്ങൾ വിൽക്കുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും എന്നാണ് ചൈന വാദിക്കുന്നത്. തന്മൂലം ദക്ഷിണ കൊറിയയുടെ ആയുധ വിൽപ്പനയും ചർച്ച ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനയുടെ സഹായം തേടുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. തന്നെയുമല്ല, നല്ല സൗഹൃദം പുലർത്തുന്നവരാണ് ചൈനയും ഇറാനും. ട്രംപിന്റെ ദൗത്യം വിജയിച്ചാൽ അത് വലിയ നേട്ടമായിരിക്കും. ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 1500-ൽ കൂടുതൽ സീറ്റുകളിൽ ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. ഇതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി നേതൃസ്ഥാനം ഒഴിയണം എന്ന് ഭരണകക്ഷിയിലെ വലിയൊരു വിഭാഗം എംപിമാർ ആവശ്യപ്പെട്ടു. നീണ്ട 14 വർഷത്തിനു ശേഷം കീർ സ്റ്റാമറിന്റെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി 2024-ലാണ് ഇംഗ്ലണ്ടിൻ്റെ ഭരണം പിടിച്ചെടുത്തത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടു. അതുകൊണ്ട് പുതിയ ഒരു പ്രധാനമന്ത്രിയെ കണ്ടെത്തണം എന്നാണ്
ഭരണകക്ഷിയിലെ ചില അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇദ്ദേഹമാണ് നയിക്കുന്നതെങ്കിൽ അടുത്തു വരുന്ന തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി പരാജയപ്പെടും എന്നാണ് ഭീഷണി. പ്രധാനമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കാനായി പല ക്യാബിനറ്റ് അംഗങ്ങളും ഇതിനകം രാജി സമർപ്പിച്ചിട്ടുണ്ട്. ഈ പരാജയത്തിൻ്റെ മുമ്പിൽ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ഒളിച്ചോട്ടം രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കും എന്നാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ബ്രിക്സ് എന്ന സംഘടനയിൽപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം ഈ ആഴ്ചയിൽ ഡൽഹിയിൽ നടന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വളരെ ആരോഗ്യകരമായ ചർച്ചകൾ ഉണ്ടായെങ്കിലും സമവായത്തിൽ എത്താനായില്ല. യോഗാനന്തരം ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കാനും കഴിഞ്ഞില്ല. സ്ഥാപക നേതാക്കളെ കൂടാതെ 2024 സംഘടനയിൽ ചേർന്ന അംഗങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ സംഘടനയിൽ 11 അംഗങ്ങൾ ഉണ്ട്. ബ്രസീൽ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുന്നവരാണ്. യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്ന പക്ഷക്കാരുമാണ്. എന്നാൽ സൗദിയുടെയും UAEയുടെയും നിലപാടുകളെ ഇറാൻ വിദേശകാര്യമന്ത്രി നിശിതമായി വിമർശിച്ചതിനെ തുടർന്നാണ് സംയുക്ത പ്രസ്താവനയ്ക്കെതിരെ ഈ രാജ്യങ്ങൾ നിലപാട് സ്വീകരിച്ചത്. ഈ മേഖലയിൽ സമാധാനം സ്ഥാപിക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിയില്ലെന്നും ഈ രാജ്യങ്ങളുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടത്. അമേരിക്കയെ സംരക്ഷകനായിട്ടാണ് സൗദിയെ പോലെയുള്ള രാജ്യങ്ങൾ കാണുന്നത്. മെയ് 4-നാണ് കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് മന്ത്രിസഭ ഉണ്ടാകുന്നത്. 18-ാം തീയതി VD സതീശൻ കേരളത്തിലെ 13ാമത് മുഖ്യമന്ത്രിയായി ഭരണം ഏറ്റെടുക്കും. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക എന്നത് പുതിയ മന്ത്രിസഭയ്ക്ക് വെല്ലുവിളിയായിരിക്കും. വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് പ്രകടന പത്രികയിലെ ഒട്ടുമിക്ക വാഗ്ദാനങ്ങളും. ഉദാഹരണമായി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ 1 വർഷം 80 കോടി രൂപയുടെ അധിക ചെലവുണ്ടാകും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ആനുകൂല്യങ്ങൾ നൽകി വോട്ടു നേടുക എന്നത് ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചു വരുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഇത് നടപ്പിലാക്കുന്നതിന് എത്ര പണം വേണ്ടിവരും, അതെങ്ങനെ സമാഹരിക്കും തുടങ്ങിയ കാര്യങ്ങൾ ആരും തന്നെ വിശദീകരിക്കാറില്ല. ഇപ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം നേരത്തെയുള്ള കടങ്ങളുടെ പലിശയായി നഷ്ടപ്പെടുന്നു. ഇതൊക്കെ പുതിയ മന്ത്രിസഭ പരിഗണിക്കും എന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിപണിയിൽ നിന്ന് സ്വർണം വാങ്ങുന്നത് നിയന്ത്രിക്കാനും ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാനും നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യക്കാരെ ഉപദേശിച്ചു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച അമേരിക്ക-ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഉപദേശം. കഴിഞ്ഞ 3 മാസമായി ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുകയാണ്. തന്മൂലം ഈ കടലിടുക്ക് വഴി എണ്ണക്കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ എണ്ണ ശേഖരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നില തുടർന്നാൽ ഇന്ത്യക്കെന്നല്ല, എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യങ്ങൾക്കും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. രൂപയുടെ മൂല്യം അനുദിനം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിദേശ നാണ്യമായ ഡോളറാണ് അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഉപയോഗിക്കുന്നത്. ഡോളർ ശേഖരം കുറഞ്ഞാൽ രൂപയുടെ മൂല്യം ഇനിയും ഇടിയും. ഡോളറിൻ്റെ ശേഖരവും എണ്ണയുടെ കരുതൽ ശേഖരവും ഉയർന്നതാണ്. എന്നാൽ യുദ്ധം തുടരുകയാണെങ്കിൽ ഇതൊന്നും മതിയാവില്ല എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് മോഡി ജനങ്ങളെ ഉപദേശിക്കുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.